സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഒരു സുവിശേഷ പ്രഭാഷണം കേട്ടപ്പോൾ അതിലിങ്ങനെയാണ് വൈദികൻ പറഞ്ഞത്, പ്രഭാഷകൻ പറഞ്ഞത്: ദൈവത്തോട് പരിഭവം പറയല്ലേ. എന്തെങ്കിലും നമുക്ക് ഒരു ഉദ്ദേശിക്കാത്ത കാര്യം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്കൊരു പരിഭവം ഉണ്ടാകും. ആ പരിഭവം നമ്മൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറയും എന്ന് പറഞ്ഞ മാതിരി സ്നേഹമുള്ള ദൈവത്തോട് നമ്മൾ പരിഭവം പറയും. പണ്ട് കുറേ കാലം മുമ്പ് ഇതുപോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, എനിക്ക് കോഴിക്കോട് വരെ പോകണം, അത് ബുധനാഴ്ചയാണ് പോകുന്നത്, ഇത്ര മണിക്കാണ് പോകുന്നത്, ഇത്ര മണിയുടെ ബസ്സിന് പോയിട്ട് എനിക്ക് വരേണ്ടതാണ്, അന്ന് ബസ്സുകളും കുറവാണ്. ഇതൊക്കെ നേരത്തെ മുതലേ ഞാൻ ഈശോയോട് പറഞ്ഞു വെച്ചു, എനിക്ക് കറക്റ്റ് സമയത്ത് പോകണം, പോയിട്ട് വരേണ്ടതെന്നൊക്കെ. അപ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർപ്പിക്കുന്നു. തലേദിവസം പറഞ്ഞു, അന്ന് രാവിലെയും പറഞ്ഞു. ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ അങ്ങാടിപ്പുറത്ത് പറഞ്ഞ സമയത്തിനേക്കാളും 5 മിനിറ്റ് മുമ്പെത്തി. ഈ 5 മിനിറ്റ് മുമ്പെത്തിയിട്ടും ആ ഞാൻ ഉദ്ദേശിച്ച വണ്ടി എന്നെ കയറ്റാതെ പോയി കളഞ്ഞു. അതായത് ഞാൻ വരുന്നതിന് മുമ്പേ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പരിഭവം വരുമല്ലോ. ഞാൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞതാണ്, ഇന്നലെയും പറഞ്ഞതാണ്, ഇന്ന് രാവിലെയും പറഞ്ഞതാണ്, എനിക്ക് ആ വണ്ടിക്ക് പോയിട്ട് വരേണ്ട ഒത്തിരി കാര്യങ്ങളില്ലേ, എന്ത് പണി എന്നോട് കാണിച്ചത് എന്ന് പരിഭവം പറഞ്ഞു. പരിഭവം പറഞ്ഞിട്ട് ഞാൻ അടുത്ത് കിട്ടിയ ബസ്സിന് കയറിപ്പോയി. ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് കാണുന്നത് എന്നോട് ഞാൻ പോകാമെന്ന് ആവശ്യപ്പെട്ടിരുന്ന വണ്ടി റോഡ് സൈഡിലേക്ക് മറിഞ്ഞ് ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്നത്. അപ്പോൾ എന്നോട് ദൈവം പറയാണ്, ഇതുകൊണ്ടാണ് നിനക്ക് ഞാൻ അത് തരാഞ്ഞത്. അപ്പോൾ പരിഭവം നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു മാനുഷിക സഹജമാണ്. നമുക്ക് ഈ പ്രഭാഷണത്തിലേക്ക് വരാം. പ്രഭാഷണത്തിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പരിഭവം പാടില്ലെന്ന്. എന്തുകൊണ്ടാണ് പരിഭവം പാടില്ലെന്ന് പറഞ്ഞത്? ദൈവത്തിന് ഇഷ്ടം പരിഭവം പറയുന്നവരെ അല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ നമുക്ക് അജ്ഞാതമെങ്കിലും നമുക്കറിയില്ലെങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ പീഡനം, ഈ സഹനം, ഈ വഴികൾ എനിക്ക് തന്നത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലെങ്കിലും നമ്മൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ദൈവത്തിന് ഹിതം. അങ്ങനെ ആകുമ്പോഴാണ് ദൈവം നമ്മളോട് കൂടുതൽ സ്നേഹത്തോട് പെരുമാറുക. ഇന്ന് രാവിലെ കേട്ട പ്രഭാഷണത്തിലും പറയുന്ന മെയിൻ പോയിൻ്റ് ഇതാണ്: പരിഭവിക്കാതെ ദൈവം നമുക്ക് വേണ്ടി ചൊരിയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പരിഭവത്തിന് വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.